ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാഗചതുർത്ഥി, അതായത് സാധാരണ എല്ലാ മാസങ്ങളിലും വരുന്ന അമാവാസ്യ തിഥി കഴിഞ്ഞ് അല്ലെങ്കിൽ പൗർണമി തിഥി കഴിഞ്ഞ് വരുന്ന 4ാമത്തെ ദിവസത്തെ ചതുർത്ഥി ദിനമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നാഗചതുർത്ഥിയായിട്ടാണ് വരുന്നത്. വിനായക ഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ സകല ദോഷങ്ങളും മാറിക്കിട്ടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാധാരണ വിനായക ഭഗവാന്റെ ഇടുപ്പിൽ അരഞ്ഞാണമായാണ് നാഗങ്ങൾ നിൽക്കുന്നത് എന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നാഗചതുർത്ഥി. എങ്ങനെയാണ് ഈ നാഗചതുർത്ഥി ദിവസം വന്നത് എന്ന് ഒരു ചെറിയ കഥയുണ്ട്. ആ കഥ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട ഒരു ഒറ്റവരി മന്ത്രത്തെക്കുറിച്ചും കൂടി കാണാവുന്നതാണ്. പുരാണ കഥയനുസരിച്ച് കത്രു, വിനത എന്ന് പറയുന്നവർ 2 സഹോദരിമാരാണ്. ഈ 2 സഹോദരിമാരും ആദ്യകാലങ്ങളിലെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് ജീവിച്ചു വന്നത്. പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് വിള്ളൽ വരികയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ മുഖാന്തരം ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആര് യുദ്ധത്തിൽ ജയിക്കുന്നുവോ അവർ ജീവിതകാലം മുഴുവൻ അവരും അവരുടെ സന്തതികളും അവരുടെ കുടുംബങ്ങളും എല്ലാം തന്നെ തനിക്ക് അടിമയാകേണ്ടി വരും എന്നുള്ള ഒരു നിബന്ധനയോടുകൂടിയാണ് യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധത്തിൽ തോറ്റതാകട്ടെ വിനതയാണ്. വിനത കത്രുവിൻ്റെ അടിമയായി തന്നെ ജീവിക്കുവാൻ തുടങ്ങി. പക്ഷേ വിനത മാത്രമല്ലല്ലോ കത്രുവിൻ്റെ അടിമ എന്ന് പറയുന്നത്. വേറെ ആര് കൂടിയുണ്ട്? അവരുടെ മക്കളുണ്ട്. വിനതയുടെ മക്കൾ എന്ന് പറയുന്നത് അരുണൻ, ഗരുഡൻ എന്നിവരാണ്. അരുണൻ നമുക്കെല്ലാവർക്കും അറിയാം സൂര്യഭഗവാന്റെ തേരോട്ടിയാണ്. ഗരുഡ ഭഗവാനാകട്ടെ നമ്മുടെ പെരുമാൾ സ്വാമിയുടെ വാഹനമാണ്. അപ്പോൾ ജീവിതകാലം മുഴുവൻ അടിമ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരിക്കൽ ഗരുഡ ഭഗവാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ അവർക്ക് അടിമയായിട്ട് ജീവിക്കുന്നത് എന്ന്. അതിനുള്ള ഉത്തരവും വിനത കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഗരുഡ ഭഗവാനാകട്ടെ ഉടനെ തന്നെ കത്രുവിനോട് പോയിട്ട് ഈ അടിമത്തരം മാറണമെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരുപാട് നിബന്ധനകൾ വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ നിബന്ധനയോടൊപ്പം ദേവലോകത്തുള്ള അമൃത കലശം എന്നിലേക്ക് എത്തിക്കണമെന്നും കൂടി പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ ഗരുഡ ഭഗവാൻ ദേവലോകത്തേക്ക് പോകുകയും ഒരുപാട് കടമ്പകൾ കടന്ന് ആ കലശം കൈക്കലാക്കി കത്രുവിന് കൊടുത്ത് തങ്ങളുടെ അടിമത്തരത്തിൽ നിന്നും മോചനം നേടുകയും ചെയ്തു. പക്ഷേ ഇതിന് എങ്ങനെയാണ് നാഗദൈവങ്ങളുമായിട്ട് ബന്ധം വരുന്നത് എന്നാൽ കത്രുവിൻ്റെ മക്കളാണ് നാഗദൈവങ്ങൾ. നാഗദൈവങ്ങളുടെ ലോകത്തിൽ നിന്നുമാണ് തൻ്റെ അമ്മയെയും തങ്ങളുടെ കുടുംബത്തെയും രക്ഷിച്ചിരിക്കുന്നത്. ആ മോചനത്തിൻ്റെ ആ ഒരു രൂപമായിട്ടാണ് നാഗദൈവങ്ങളും ഗരുഡന്മാരും വഴിപാട് ചെയ്ത് ഗൗരിയുടെ അനുഗ്രഹത്തിനായി ഒരു ചതുർത്ഥി ദിവസത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നാഗചതുർത്ഥി ഉണ്ടായത്. ഇനി നാളെ ഗരുഡ പഞ്ചമി വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. മാത്രമല്ല ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിഘ്നങ്ങളെ അകറ്റുന്ന വിനായക ഭഗവാന്റെ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ചതുർത്ഥി ദിവസം എന്ന് പറയുന്നത്. വിനായക ഭഗവാനെ വഴിപാട് ചെയ്താൽ ഏതൊരു ദോഷങ്ങളാണെങ്കിലും അത് ഇല്ലാതെ പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അത് ശനിദോഷമാണെങ്കിലും രാഹു കേതു ദോഷങ്ങളാണെങ്കിലും എല്ലാ ദോഷങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചു കൊണ്ടാണോ ഇന്ന് ഈ മന്ത്രം ചൊല്ലുന്നത് ആ കാര്യങ്ങൾ നിറവേറി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. നമ്മൾ സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ പോയാൽ പോലും അവിടെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിനായക ഭഗവാൻ ഉണ്ടെങ്കിൽ വിനായക ഭഗവാന് ചുറ്റും നാഗദൈവങ്ങളെ പ്രതിഷ്ഠ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് പലരും വ്രതം അനുഷ്ഠിച്ചും വ്രതം അനുഷ്ഠിക്കാതെയും വീടുകളിൽ പൂജകൾ ചെയ്തും ക്ഷേത്ര ദർശനം നടത്തിയുമെല്ലാം തന്നെ ഈ ദിവസത്തെ ആഘോഷിക്കാറുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുവാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ സമയമില്ല എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ രാത്രി 8 മണിക്ക് ശേഷം, അതായത് ജോലിക്ക് പോയിട്ട് വരുന്നവരാണെങ്കിൽ രാത്രി 8 മണിക്ക് ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നമ്മൾ നമ്മുടെ വിനായക ഭഗവാന്റെ പടത്തിന് മുൻപിൽ നിന്നുകൊണ്ട് നമ്മുടെ ഏതൊരു പ്രാർത്ഥന നിറവേറി കിട്ടുവാൻ വേണ്ടിയാണോ നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത് ആ പ്രാർത്ഥന പറയുക. അതിനു മുന്നേ നൈവേദ്യമായിട്ട് ശുദ്ധമായ ഒരു ഗ്ലാസ് പാല് കാച്ചിയത് വെക്കേണ്ടതാണ്. ഇത് വെച്ചു കഴിഞ്ഞതിനു ശേഷം ഞാനിവിടെ പറയുന്ന മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഇന്ന് ആടിപ്പൂരം കൂടിയാണ്. അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ രണ്ടാമതൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയേണ്ടത് ഗണപതി ഭഗവാന്റെ ഈ ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏതാണ് മന്ത്രം എന്ന് കാണാം. ഓം ശ്രീം ഹ്രീം ഗം ഗണപതയേ നമ. ഓം ശ്രീം ഹ്രീം ഗം
ഗണപതയെ നമ എന്നുള്ള ഈ മന്ത്രം നമുക്ക് 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ശുദ്ധമായിരിക്കുന്ന സമയത്ത് മാത്രം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പീരിയഡ്സ് ആണ്, പുലവാലായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലരുത്. മാത്രമല്ല ഇന്ന് ഈ ഒരു വഴിപാടും നിങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഇന്ന് നിങ്ങൾക്ക് വൈകുന്നേരം വരെയുള്ള ഏതൊരു സമയം വേണമെങ്കിലും ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു സമയമാണ് ഞാൻ പറഞ്ഞത്, വൈകുന്നേരം 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയം എന്നുള്ളത്. ഇനി അഥവാ വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് 4 മണിക്ക് ശേഷം ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇതുപോലെ ഒരു ഗ്ലാസ് പാൽ വെച്ച് നൈവേദ്യമായിട്ട് വെച്ച് നമ്മൾ ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. പിന്നീട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ആ പാലെടുത്ത് നമ്മുടെ വീടിനടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ വിനായക ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെ നാഗപ്രതിഷ്ഠകൾ ഉണ്ടാകും. അവരുടെ മുകളിലേക്ക് കൊണ്ടുപോയി പതുക്കെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അഥവാ ഞങ്ങൾ വിദേശത്താണ്, ഫ്ലാറ്റുകളിലാണ്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ക്ഷേത്രങ്ങളില്ല എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ നാഗലോകം എന്ന് പറയുന്നത് ഭൂമിക്കടിയിലായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് മണ്ണിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മണ്ണും ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചെടികളിലെ മണ്ണിലേക്ക് നമുക്ക് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി രാത്രിയിലാണ് ഈ ഒരു മന്ത്രം ചൊല്ലി ഈ വഴിപാട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകാതെ അവർക്കും വീട്ടിലെ പൂച്ചെടിയിലെ മണ്ണിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഫലം തരുന്ന ഒരു വഴിപാടാണ്. നാഗദോഷങ്ങൾ മുഖാന്തരം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എന്നിങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ 108 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് വളരെ ചെറിയ ഒരു വഴിപാടാണ് എന്ന് തോന്നുമെങ്കിലും വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഈ ഒരു നാഗചതുർത്ഥി ദിവസത്തിൽ ഈ ഒരു വഴിപാട് ചെയ്താൽ നമ്മൾ ദിവസം തോറും നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചു വരുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. എത്ര വലിയ പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വഴിപാട് രീതിയാണ് ഇത്. മാത്രമല്ല ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആടിപ്പൂരം കൂടിയാണ്. ആടിപ്പൂരം എന്ന് പറയുമ്പോൾ അമ്മൻ അല്ലെങ്കിൽ ദേവികൾക്ക് വളകാപ്പ് നടത്തുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു വഴിപാട് ചെയ്യേണ്ടതും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇത് ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഇന്ന് നിങ്ങൾ മറക്കാതെ, ഇന്ന് മുഴുവനായും ചതുർത്ഥി തിഥി ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. എങ്കിലും കഴിവതും വൈകുന്നേരം 4 മണിക്ക് ശേഷം 6 മണി വരെയുള്ള സമയം, അതുപോലെ രാത്രിയിൽ 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 സമയങ്ങളും നമുക്കുണ്ട്. നിങ്ങൾക്ക് ഇതിലേത് സമയം തിരഞ്ഞെടുക്കുവാൻ സാധിക്കുമോ അതെല്ലാം അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് ഈ വഴിപാട് ചെയ്തു നോക്കുക. തീർച്ചയായും നമുക്ക് ഇതിൽ പെട്ടെന്ന് ഒരു ഫലം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണോ ഇന്ന് ഈ വഴിപാട് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ചിലരുടെ വീടുകളിൽ തകിടുകളിലെല്ലാം നാഗദൈവങ്ങളുടെ ഒരു ചെറിയൊരു രൂപം പതിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഇനി അഥവാ നാഗദൈവങ്ങളുടെ രൂപം ഇല്ല എന്നുണ്ടെങ്കിൽ പത്മനാഭ സ്വാമിയുടെ പടമുണ്ടെങ്കിൽ അതിൽ നാഗദൈവങ്ങളുടെ ചിത്രമുണ്ടാകും. അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ടും നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ വിനായക ഭഗവാൻ തന്നെ നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. കാരണം വിനായക ഭഗവാൻ ഇടുപ്പിൽ അടഞ്ഞിരിക്കുന്ന അരഞ്ഞാണമായിട്ടാണ് നാഗദൈവങ്ങളെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ദേവിയുടെ മുകളിൽ നാഗദൈവങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നാഗദൈവങ്ങളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും പടങ്ങളോ അല്ലെങ്കിൽ തകിടുകളോ രൂപങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ മറക്കാതെ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക. തീർച്ചയായും ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.